എസ് കെ ഉത്തരാഖണ്ഡിൽ മഞ്ഞിടിഞ്ഞുണ്ടായ അപകടത്തിൽ 47 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കാണ്. വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അവസ്ഥയാണ് അവിടെ. 10 പേരെ മാത്രം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. മനായിലെ BRO ക്യാമ്പിനടുത്താണ് ഈ മഞ്ഞിടിച്ചിലുണ്ടായത്. രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയുമാണ്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ രക്ഷാദൗത്യം അങ്ങേയറ്റം ദുഷ്കരമാണ്. ബൽറാം. തീർച്ചയായും ഹഷ്മി, അങ്ങേയറ്റം ദുഷ്കരമായ ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഈ മഞ്ഞിടിച്ചിൽ ഉണ്ടായ ചമോലി ജില്ലയിലെ മന ഗ്രാമത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആശ്വാസകരമായ ഒരു കാര്യം എന്നുള്ളത് 16 പേരെ ഇതിനകം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ചമോലി ജില്ലാ കളക്ടറും അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ചിലർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഇവർക്ക് അടുത്തുള്ള സൈനിക ക്യാമ്പിൽ നിലവിൽ ചികിത്സ നൽകി വരികയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് വലിയ മഞ്ഞുവീഴ്ച ഈ പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ആശയവിനിമയത്തിനുള്ള യാതൊരു ഉപാധികളും പ്രദേശത്ത് പ്രവർത്തിക്കുന്നില്ല. സാറ്റലൈറ്റ് ഫോൺ പോലും പ്രവർത്തിക്കുന്നില്ല എന്നാണ് സൈന്യം അറിയിക്കുന്നത്. കൂടാതെ ഈ മേഖല ഉൾപ്പെടുന്ന പ്രദേശത്ത് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ്, ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. 20 സെന്റിമീറ്റർ വരെ മഴയ്ക്ക് ഈ പ്രദേശത്ത് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ 41 പേരാണ് ഈ മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർ BROയുടെ സ്വകാര്യ കോൺട്രാക്ടറുടെ തൊഴിലാളികളാണ് എന്നാണ് സൈന്യം സ്ഥിരീകരിക്കുന്നത്. പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കിയിരിക്കുന്നു. ഇനിയും ഈ മഞ്ഞിനുള്ളിൽ മൂടിക്കിടക്കുന്ന 41 പേരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഹഷ്മി, ഓക്കെ, അവിടെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അല്ലേ വലിയ ബുദ്ധിമുട്ട്. നമുക്കവിടെ ആലോചിക്കാൻ പറ്റുന്നില്ല.